രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കുള്ളതാണ്. ഒരു പരിധിവരെ കുട്ടികളെ എഴുതിയിരിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല, എഴുതാൻ കിട്ടുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ഒരു അച്ഛനും അമ്മയും 10-ലെത്തുമ്പോഴാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അയ്യോ എൻ്റെ മകന് ഫുൾ A+ വേണം, എൻ്റെ മകൾക്ക് ഫുൾ A+ വേണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് ചേർത്തിട്ട് അവിടെ പോയിട്ട് എന്താ പറയുക, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും ചിലവാക്കിയാലും കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും A+ വാങ്ങി തരണം. അവരുടെ വിചാരം മകൻ അല്ലെങ്കിൽ മകൾ ആരെങ്കിലും A+ വാങ്ങിക്കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്നാ. നിങ്ങൾ തന്നെയാണ് അവർ ഈ സിറ്റുവേഷനിലേക്ക് എത്തിച്ചത്. 7ഉം 8ഉം കഴിയുന്ന കുട്ടിക്ക് എന്തിനാണ് ഒരു ഫോണ്? 10 കഴിഞ്ഞ കുട്ടിക്ക് വണ്ടി, പോരാതെ പോക്കറ്റ് മണി കൊടുക്കണം, വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവർ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന കാര്യം. പണ്ട് അച്ഛനമ്മമാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നതും പഠിച്ചു വന്നതും, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ് അവർ വളർന്നത്. അപ്പോൾ ഞാൻ അനുഭവിച്ച കഷ്ടത ഒരിക്കലും മക്കൾ അനുഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പാരന്റ്സ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും മക്കളത് മനസ്സിലാക്കുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോബ്ലം വരുന്നത്. ഒരു പരിധിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെയാണ് അച്ഛനമ്മയും പൈസ ഉണ്ടാക്കുന്നത്, ഏത് ജോലിക്കാണ് പോകുന്നത്, കൂലിപ്പണിക്ക് പോകുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്തു തരാണ്, എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ നന്നാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സോ +2 എത്തുമ്പോഴേ മനസ്സിലാക്കുള്ളൂ അവർ വഴിതെറ്റിയെന്ന്. ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അവർ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത സിറ്റുവേഷനിൽ എത്തുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ കയ്യിൽ നിന്ന് പോയിന്ന്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമേ അവർ നന്നായി വളരുള്ളൂ.